കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിൽ നിന്നും വീണ്ടും ഭീതിപ്പെടുത്തുന്ന ഒരു സൈബർ തട്ടിപ്പ് വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഒരു വനിതാ ഡോക്ടറെ ലക്ഷ്യമിട്ട് നടത്തിയ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ ഏകദേശം 6.38 കോടി രൂപയാണ് ക്രിമിനലുകൾ കൈക്കലാക്കിയത്. സാക്ഷരതയിലും സാങ്കേതിക അവബോധത്തിലും മുന്നിട്ട് നിൽക്കുന്ന കേരളീയ സമൂഹത്തെ പോലും ഞെട്ടിക്കുന്നതാണ് ഈ വാർത്ത. ഉയർന്ന വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകൾ പോലും എങ്ങനെയാണ് ഇത്തരം സംഘടിതമായ തട്ടിപ്പുകളിൽ വീണു പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ചിന്തകൾക്ക് ഈ സംഭവം വഴി തുറക്കുന്നു. എളംകുളം സ്വദേശിനിയായ ഡോക്ടറാണ് ഈ വൻ തട്ടിപ്പിന് ഇരയായത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് തട്ടിപ്പിന്റെ തുടക്കം. മുംബൈ സൈബർ ക്രൈം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പുകാർ ഡോക്ടറെ വിളിക്കുന്നത്. ഡോക്ടറുടെ പേരിൽ വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഒരു ക്രിമിനൽ സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും തട്ടിപ്പുകാർ ആരോപിച്ചു. ഈ കേസിൽ അന്വേഷണം നടക്കുകയാണെന്നും അതിനാൽ ഡോക്ടർ ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്നും ഇവർ വിശ്വസിപ്പിച്ചു. തന്റെ സാമൂഹിക പദവിയെയും കരിയറിനെയും ബാധിക്കുമോ എന്ന ഭയത്താൽ ഡോക്ടർ ഇവർ പറയുന്നതിനെല്ലാം വഴങ്ങുകയായിരുന്നു. നിയമപരമായ പരിശോധനകൾക്കായി അക്കൗണ്ടിലേക്കുള്ള പണം RBIയുടെ സുരക്ഷിത അക്കൗണ്ടുകളിലേക്ക് മാറ്റണമെന്നും അന്വേഷണം കഴിയുമ്പോൾ ഈ പണം തിരികെ നൽകുമെന്നും തട്ടിപ്പുകാർ പറഞ്ഞു. ഒക്ടോബർ 3 മുതൽ ഡിസംബർ 10 വരെ നീണ്ട 2 മാസക്കാലം ഈ സംഘം ഡോക്ടറെ മാനസികമായി തടങ്കലിലാക്കി. ഒടുവിൽ 2 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി 6,38,21,864 രൂപ അവർ നൽകിയ വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറി. പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് താൻ ചതിക്കപ്പെട്ടുവെന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞത്. സൈബർ കുറ്റവാളികൾ ഈ അടുത്ത കാലത്തായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രമാണ് ഡിജിറ്റൽ അറസ്റ്റ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇങ്ങനെ ഒരു പദമോ അറസ്റ്റ് രീതിയോ നിലവിലില്ല. CBI, ED, ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് ഇവർ വിളിക്കുന്നത്. നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്തുന്നുണ്ടെന്നോ ഇവർ പറയും. ഇവർ നിങ്ങളെ സ്കൈപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് വീഡിയോ കോളിൽ വരാൻ നിർബന്ധിക്കും. വീഡിയോ കോളിൽ നോക്കുമ്പോൾ ഇവർ പോലീസ് സ്റ്റേഷന് സമാനമായ പശ്ചാത്തലത്തിലായിരിക്കും ഇരിക്കുന്നത്. ഉദ്യോഗസ്ഥർ പോലീസ് യൂണിഫോമിലായിരിക്കും. ഇത് ഇരകളിൽ വിശ്വാസം ജനിപ്പിക്കുന്നു. അന്വേഷണം കഴിയുന്നത് വരെ ആരോടും സംസാരിക്കരുതെന്നും റൂമിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും അവർ ആജ്ഞാപിക്കും. ഇതാണ് ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങളുടെ പണം നിയമപരമാണോ എന്ന് പരിശോധിക്കാൻ സർക്കാർ അക്കൗണ്ടിലേക്ക് അയക്കാൻ ഇവർ ആവശ്യപ്പെടുന്നു. പരിശോധനയ്ക്ക് ശേഷം പണം ഉടൻ തിരികെ നൽകുമെന്ന് ഇവർ ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഉയർന്ന വിദ്യാഭ്യാസമോ പദവിയോ ഉള്ളവർ പോലും ഇത്തരം തട്ടിപ്പുകളിൽ വീഴാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. പോലീസ് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ പേര് കേൾക്കുമ്പോൾ സാധാരണക്കാർക്കുണ്ടാകുന്ന സ്വാഭാവികമായ ഭയത്തെ തട്ടിപ്പുകാർ ചൂഷണം ചെയ്യുന്നു. മാനക്കേട് ഭയന്ന് പലരും വിവരം പുറത്തു പറയാൻ മടിക്കുന്നു. യൂണിഫോമും വ്യാജ ID കാർഡുകളും സർക്കാർ മുദ്രയുള്ള രേഖകളും കാണുമ്പോൾ അത് സത്യമാണെന്ന് ആർക്കും തോന്നിപ്പോകും. മറ്റൊരാളോട് സംസാരിക്കാൻ അനുവദിക്കാതെ നിങ്ങളെ ഒരു മുറിക്കുള്ളിൽ ഫോണിന് മുന്നിൽ തളച്ചിടുന്നതിലൂടെ നിങ്ങളുടെ യുക്തിപരമായ ചിന്താശേഷി ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുന്നു. സൈബർ ലോകത്തെ ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ ഒരു ഏജൻസിക്കും ഒരാളെ വീഡിയോ കോളിലൂടെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു അന്വേഷണ ഏജൻസിയും പണം പരിശോധനയ്ക്കായി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ ആവശ്യപ്പെടില്ല. കൊറിയൻ സർവീസിൽ നിന്നും പോലീസിൽ നിന്നും എന്നൊക്കെ പറഞ്ഞു വരുന്ന സംശയാസ്പദമായ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഇനി സംസാരിക്കുകയാണെങ്കിൽ തന്നെ പരിഭ്രമിക്കാതെ ഇരിക്കുക. നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ, OTP, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ ഒരിക്കലും ഫോണിലൂടെ കൈമാറരുത്. ഇത്തരത്തിലുള്ള ഭീഷണി കോളുകൾ വന്നാൽ ഉടൻ തന്നെ അടുത്തുള്ള സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ വിവരം പറയുക. അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി വിവരം അറിയിക്കുക. വിളിക്കുന്ന വ്യക്തി പറയുന്ന സ്റ്റേഷനിലെ നമ്പറോ ഓഫീസിലെ നമ്പറോ ഗൂഗിളിൽ തിരഞ്ഞ് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ച് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടാൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ആദ്യത്തെ 2 മണിക്കൂറിനുള്ളിൽ പരാതിപ്പെടുകയാണെങ്കിൽ പണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പണം നഷ്ടപ്പെട്ട ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്കിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് അക്കൗണ്ട് മരവിപ്പിക്കാൻ ആവശ്യപ്പെടുക. കൊച്ചിയിലെ ഈ സംഭവം നമുക്ക് നൽകുന്ന വലിയൊരു പാഠം അമിതമായ ആത്മവിശ്വാസം അപകടമാണെന്നാണ്. സൈബർ ക്രിമിനലുകൾ നമ്മുടെ മാനസികാവസ്ഥയെ പഠിച്ചാണ് ഓരോ നീക്കവും നടത്തുന്നത്. ഭരണകൂടവും പോലീസും നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും അവഗണനയ്ക്ക് പലപ്പോഴും വലിയ വില നൽകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നു. കൊച്ചി സിറ്റി പോലീസ് ഈ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം പണം വിദേശ രാജ്യങ്ങളിലേക്കോ ക്രിപ്റ്റോ കറൻസികളിലേക്കോ ആണ് മാറ്റപ്പെടുന്നത് എന്നതിനാൽ അന്വേഷണം സങ്കീർണമാണ്. എങ്കിലും ഇത്തരം വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ കൂടുതൽ പേർ ചതിയിൽപ്പെടുന്നത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും.